നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെ പബ്ജി വരുന്നതെന്നാണ്. ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ബോട്ടൊക്കെ വരുന്നത്. അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്നാണ്. അപ്പം നമുക്ക് ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ നെയിം നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ. നിങ്ങൾ എപ്പോഴും എഡിറ്റ് ചെയ്യാറുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. സ്നീപ്സീഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് സ്നീപ്സീഡ് പറ്റുന്നതെന്നായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എടുത്ത ഫോണിൻ്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഡബിൾ എക്സ്പോർട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഡ് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പബ്ജി ആഡ് നിങ്ങളുടെ മൊബൈലിൻ്റെ മോണിറ്ററിൽ ചവിട്ടി നിൽക്കുന്നതായിട്ട് നിങ്ങൾ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഒപ്റ്റിക്ക് കൂട്ടി ടിക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും കൊടുക്കുന്നിടത്ത് വ്യൂ എഡിറ്റ്സ് ക്ലിക്ക് ചെയ്ത് ബ്രഷ് ക്ലിക്ക് ചെയ്യുക. ബ്രഷ് എന്നൊരു ഐക്കണിൽ. അതിനുശേഷം നിങ്ങൾ 100 കഴിഞ്ഞാൽ പബ്ജി ഇമേജ് അവിടെ വരും. നിങ്ങൾ 100 പബ്ജിയുടെ ആളെ മാത്രം കാണുന്ന രീതിയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ 0 നിങ്ങളുടെ മോണിറ്റർ കാണുന്ന രീതിയിൽ ചെയ്യുക. ഞാൻ എന്തിനാണ് സ്പീഡ് മോഷൻ ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിപ്പോൾ 20 മിനിറ്റിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പീഡ് മോഷൻ ഇടുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം സമയമെടുത്ത് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ 100 കൊടുത്ത് അതിൻ്റെ ആളെ നിങ്ങൾ ചെയ്യുക. ബാക്കി നിങ്ങൾ 0 അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക. നന്നായിട്ട് ചെയ്യുന്തോറും നിങ്ങൾ 100 കൊടുത്ത ആളെ നല്ല നല്ല ക്ലിയർ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് മാക്സിമം ഇട്ട് വേണം നിങ്ങൾ ചെയ്യുക. കണ്ണു വയ്യാത്ത ആളാണെങ്കിൽ നോർമൽ ഇടണം. ഞാൻ എന്തിനാണ് സ്പീഡ് മോഷൻ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോൾ 20 മിനിറ്റിൽ കൂടുതലുണ്ട്. ഇതിപ്പം ഞാൻ 20 മിനിറ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സ്പീഡ് മോഷൻ ഇട്ടേക്കുന്നത്.
നമ്മളുടെ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ അതിന് ശേഷം ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ കയറിയിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഗാലറി എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ കാണാൻ സാധിക്കും.